മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. വലിയ സന്തോഷം പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും. എന്നെ ഈ ഒരു ദൗത്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച നേതൃത്വത്തിനും പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ, ഒപ്പം പ്രവർത്തിച്ച കുറേയധികം ദിവസം ഒപ്പം ഊണും ഉറക്കവും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച പ്രവർത്തകർ, പിന്നെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള അഗൈതവുമായ നന്ദി പറയാനും കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി എല്ലാവർക്കും. അതെ, ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. വന്ന് ഇറങ്ങും പറയാം എത്ര കിട്ടും എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. അതുപോലെ അത് ശരിയായല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ. അതെ, ഞാനതാ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിന് പറയും എത്ര വോട്ടിന് ജയിക്കുന്നു പറയും. നേരത്തെ പറയാം, മനസ്സറിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതെ, ഞാൻ ആദ്യം പറഞ്ഞ അതാ, ജനമനസ്സറിയുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ വലിയവരായി തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം. അവരാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോരുത്തരും ഓരോ പൊതുപ്രവർത്തകനും മനസ്സിൽ ഓർക്കണം എന്ന് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഫലമാണിത്. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ചെയ്തികൾക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇനി ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മറുപടി അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷമോ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ട്. നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി വളരെ ശ്രദ്ധയോടെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. എന്തോ